നമ്മൾ പിരിഞ്ഞതിന് ശേഷം നിന്നോട് പറയുവാൻ വേണ്ടി പാത്തുവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവർ നമുക്കനുവദിച്ച സമയം അതിന് തികയുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇനി കാണുമ്പോൾ ഞാൻ നിനക്കെല്ലാം പറഞ്ഞു തരാം. ജമാൽ അബ്ദുൽ നാസറിൻ്റെ കിങ്കരന്മാർ സയ്യിദ് കുത്തുബിനെ തൂക്കിലേറ്റുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ജയിലിലുള്ള സഹോദരിയോട് പറഞ്ഞ വാക്കുകളാണിത്. ഇനി കാണുമ്പോൾ എല്ലാം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ വാക്കുകളിൽ പ്രതീക്ഷകളുണ്ട്. ആ കണ്ണിൽ, ആ കരളിൽ സ്വർഗം നിറയുണ്ടെന്നുറപ്പാണ്. ഇന്നെൻ്റെ കയ്യിലുള്ള പുസ്തകം രക്തത്തിൻ്റെ നിറമുള്ള അക്ഷരങ്ങൾ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഹമീദ കുത്തുബിൻ്റെ ജയിലനുഭവങ്ങളുടെ പുസ്തകമാണ്. 1960കളിൽ ഫിർഔൻ്റെ ജീവിത പാരമ്പര്യം പിന്തുടർന്ന ജമാൽ അബ്ദുൽ നാസറിൻ്റെ സിംഹാസനങ്ങൾക്ക് ചായം തേച്ച ചുടുചോരയുടെ മണമുള്ള യാത്രാമൊഴി എന്ന പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. സൈനബുൽ ഗസാലിയുടെ ജയിലനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ പലപ്പോഴും കയറി വരുന്നുണ്ട് ഹമീദ കുത്തുബിൻ്റെ ചരിത്രം. തൂക്കുമരത്തിലേക്ക് സ്വന്തം സഹോദരൻ നടന്നു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന സഹോദരിയുടെ കണ്ണുനീർ പലപ്പോഴും ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിലൊരു ജയിലനുഭവങ്ങളുടെ പുസ്തകമല്ല. ഹമീദ കുത്തുബ് അനുഭവിച്ച ജയിലനുഭവങ്ങളുടെ അനുഭൂതിയുടെ പുസ്തകമാണ് യാത്രാമൊഴികൾ. ഈജിപ്തിലെ മരുഭൂമികളിൽ മയ്യത്തുപുരകളോട് സാമ്യമുള്ള ജയിലറകളുടെ കഥ പറയുന്ന ഒരു പുസ്തകം. ആ ജയിലറകളിൽ സ്വച്ഛാധിപതിയുടെ അടികൊണ്ട് ഷഹീദായ മുൻഗാമികളുടെ രക്തവും ചലവും പറ്റിപ്പിടിച്ച പായകളും പുതപ്പുകളും പറഞ്ഞു തരുന്ന കഥയുടെ പുസ്തകം. ഈ പായയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയുടെ ജീവിത കഥയാണ് യാത്രാമൊഴി എന്ന ഈ പുസ്തകം. ഈജിപ്തിലെ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരന്മാരിൽ ഒരാളായ ജമാൽ അബ്ദുൽ നാസറിനോട് വിരൽ ചൂണ്ടി സംസാരിച്ച ഹമീദ കുത്തുബിൻ്റെ ജീവിത പുസ്തകം നമുക്ക് വലിയ പാഠമാണ്. പുതിയ കാലത്ത് വിപ്ലവകാരികൾക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു പാഠപുസ്തകമാണ് യാത്രാമൊഴി. സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ തടവിലാക്കപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥിനി സഹോദരിമാർക്ക് എപ്പോഴും കരുത്ത് പകരുന്ന, ധൈര്യമേകുന്ന ഒരു പുസ്തകമാണ് യാത്രാമൊഴി. ഈ പുസ്തകം മലയാളത്തിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു സാഹിത്യകാരനെപ്പോലെ വിവർത്തനം ചെയ്ത ഡോക്ടർ അബ്ദുസ്സലാം അഹമ്മദ് മലയാളികൾക്ക് കണ്ണ് നനയാതെ വായിക്കാൻ കഴിയാത്തൊരു പുസ്തകമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഈ കാലത്ത് എപ്പോഴും നമ്മുടെ നെഞ്ചിൽ സൂക്ഷിച്ചു വെക്കേണ്ട വാക്കും വരികളുമാണ് ഈ പുസ്തകം നിറയെയുള്ളത്. സ്വച്ഛാധിപതികൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ജീവിത പുസ്തകമാണിത്. ഒരു കാര്യം തീർച്ചയാണ്, ഈ പുസ്തകം വായനക്കാരനെ സ്വന്തം ജീവിതം തിരുത്തി വായിക്കുവാൻ നിർബന്ധിക്കുന്ന ഒന്നാണ്. ചരിത്രത്തെ പെറ്റുപോറ്റുന്ന പെൺകുട്ടികളെ ഉയർത്തിക്കൊണ്ടുവന്ന പുസ്തകം എന്ന നിലയിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരാവർത്തിയെങ്കിലും നോക്കേണ്ട പുസ്തകമാണ് യാത്രാമൊഴികൾ എന്ന ഹമീദ കുത്തുബിൻ്റെ ഈ പുസ്തകം.